നീണ്ട കഥകൾ രചിച്ച് എഴുത്തുകാരനായ, തുടർന്ന് കാളിദാസ കലാകേന്ദ്രത്തിലൂടെ നാടക നടനായ, സിനിമ സംവിധാനം ചെയ്ത, സിനിമയിൽ അഭിനയിച്ച, 7 രാത്രികളിൽ നായകവേഷം ചെയ്ത, അടിമകൾ എന്ന ചിത്രത്തിൽ സത്യൻ, നസീർ, ശീലശാരദ എന്നിവരോടൊപ്പം അഭിനയിച്ച ജേസി കുറ്റിക്കാട് എന്ന ജേസിയുടെ 83ാമത് ജന്മദിനമാണ്. 2001 ഏപ്രിൽ 10-നാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ജേസി ഫൗണ്ടേഷൻ 2004 മുതൽ സിനിമ, TV, നാടക സാഹിത്യ അവാർഡുകൾ ഈ ചിങ്ങമൊന്ന് നടത്തിപ്പോന്നിരുന്നതാണ്. എന്നാൽ 2 വർഷമായി ഈ കോവിഡിൻ്റെ നിയന്ത്രണത്തിൽ മറ്റു പല കാര്യങ്ങളും മുടങ്ങി നടക്കുന്നത് പോലെ ജേസി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ഇത്തരത്തിലുള്ള ചെറിയ ചടങ്ങോടുകൂടി അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിനും അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിനും ജേസി ഫൗണ്ടേഷൻ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. സദസ്സിൽ പറയുന്നത് ജേസി കുറ്റിക്കാട് 83 ജന്മദിനമാണ് ഇവിടെ അനുസ്മരിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് എനിക്ക് അറിയാമായിരുന്നു, പരിചയമുണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ഈ വാർദ്ധക്യ സഹജമായ ഓർമ്മക്കുറവ് കാര്യങ്ങൾ വ്യക്തമായി ഇന്ന് പ്രതിപാദിക്കാൻ എനിക്ക് പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അദ്ദേഹം ഉയർന്ന നിലവാരമുള്ള സിനിമകളാണ് ഇക്കാലത്ത് സംവിധാനം ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കേട്ടുകയാണ്, ആസ്വദിച്ചുകൊണ്ട് അനേകം പേർ ഇക്കാലത്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സിനിമാ വിമർശകനല്ല. അതുപോലെ തന്നെ അദ്ദേഹം നാടകാഭിനയം ശേഷിയ അദ്ദേഹം എത്തിയിരിക്കുന്ന വിവരമാണ്. നാടകം സംവിധാനം ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ ശക്തിയെ അദ്ദേഹമാണെന്ന് പറഞ്ഞത്. ഉയർന്ന മാനദണ്ഡം പുലർത്തിക്കൊണ്ട് നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. നാടകങ്ങൾ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല നടനായിരുന്നു. അതിന് ബഹുമുഖമായ വ്യക്തിത്വം പുലർത്തിയ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം ശോഭിച്ചു നിന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ അനുസ്മരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കാലം പൊതുവിൽ സാംസ്കാരിക രംഗത്തിന് പ്രോത്സാഹനജനകമല്ല. ആളുകൾ രാഷ്ട്രീയ വിചാരത്താൽ മനസ്സ് മൂലിതമായ അവസ്ഥയിലാണ് കഴിഞ്ഞു പോരുന്നത്. അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ സുഖങ്ങളും സന്തോഷങ്ങളും തേടി അറിയുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനും ഉപരിയാൽ നമ്മുടെ ഈ കൊറോണ എന്ന് പറയുന്ന ആർക്കും ഇതുവരെ പിടികിട്ടാത്ത രോഗം അനുദിനം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരു മരണം പ്രത്യക്ഷത്തിൽ കാണുന്നത് പോലെയാണ്. ആ ഘട്ടത്തിൽ സംസ്കാരം ഇനിയും പരിപുഷ്ടമാകേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ്. അതിന് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നാം സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുക, സാംസ്കാരിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക. 2, നമുക്കൊരു പ്രചോദനം അല്ലെങ്കിൽ ഉത്തേജനം ഭൂതകാലത്തിൽ നിന്ന് ലഭിക്കേണ്ടിയിരിക്കുന്നു. അത് ലഭിക്കുന്നത് ജേസി കുറ്റിക്കാടിനെ പോലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുകയും ആ രംഗത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുകയും അതിനുവേണ്ടി സംഭാവന നൽകുകയും ചെയ്യുന്ന വ്യക്തികളെ ആശ്രയിക്കുന്നതിലൂടെയാണ്. ആ ആശ്രയം ഇക്കാലത്ത് വളരെ ഉത്തേജകമായി ഭവിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം സാംസ്കാരിക രംഗത്തിൻ്റെ ശോചനീയമായ അവസ്ഥയെക്കുറിച്ച് ഏതാനും പേർ ചർച്ച ചെയ്യുന്നതിൻ്റെ അർത്ഥത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, നേരിട്ട് ഇടപെടുകയില്ല. രാഷ്ട്രീയ രംഗം നന്നാകാൻ അതേ മാർഗമുള്ളൂ. അതേപ്പറ്റി ഞാൻ പരാതി പറയുകയല്ല.
അതിൽ നാം ഇടപെടുകയാണ് വേണ്ടത്. ഫലമുണ്ടാകുന്നത് വേറെ കാര്യമാണ്. എങ്കിലും നമ്മൾ ഇടപെടുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ വലയത്തിൽ ഒരു വെളിച്ചമാകാൻ നമുക്ക് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ആ വെളിച്ചം സാവധാനം പരന്നുകൊള്ളും. അങ്ങനെ ഈ ദിനം പല നിലകളിൽ നമുക്ക് വിധപ്പെട്ട ഒരു ദിനമാണ്. ആ ദിനം ആരോഗ്യരെ അറിയിക്കുന്നതിന് വേണ്ടി JC ഫൗണ്ടേഷൻ രൂപീകൃതമായതും ആ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതും നല്ല കാര്യമാണ്, അഭിനന്ദനീയമായ കാര്യമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവരും, ചുമതല ഏറ്റെടുത്ത എല്ലാവരും നമ്മുടെ മുക്തകണ്ഠമായ പ്രശംസ അർപ്പിക്കുന്നു. അവരെ പ്രശംസിച്ചുകൊണ്ടും ഈ ഫൗണ്ടേഷൻ കൂടുതൽ രചനാത്മകമായ പരിപാടികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി സഭയിൽ അറിയിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥനായതുകൊണ്ട് മാത്രമാണ്. ഇന്ന് മലയാള ചലച്ചിത്ര ലോകത്ത് ഒരുപാട് പേര് നമുക്ക് മുമ്പേ വന്ന് മറഞ്ഞു പോയവരുണ്ട്. അതിൽ പലരെയും അർഹമായ അംഗീകാരത്തോടു കൂടി നമ്മൾ അനുസ്മരിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. പലരെയും ഏറ്റവും പ്രിയപ്പെട്ട പ്രേമനസീർ ഉൾപ്പെടെ അദ്ദേഹത്തിൽ നിന്നും അതിൻ്റേതായ രീതിയിൽ അംഗീകാരങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ സ്മാരകങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. അർഹിക്കുന്ന രീതി. പക്ഷേ ഈ ഒരു സുഹൃത്ത് വലയം JC കുറ്റിക്കാടെന്ന നന്മ നിറഞ്ഞ ആ മനുഷ്യന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ, അദ്ദേഹത്തിന് ആ ഇഷ്ടപ്പെടുന്ന, അവർ മുടങ്ങാതെ, ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം യാത്ര പറഞ്ഞ ആ ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ട് ജോൺ പോൾ സാർ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ഒരു അനാഥാലയത്തിൽ, അതായത് ആറന്മുളയിലുള്ള ഒരു അനാഥാലയത്തിൽ അവിടുത്തെ അന്തേവാസികൾക്ക് ഭക്ഷണവും കാര്യങ്ങളും എല്ലാം അവിടെ ഭംഗിയായിട്ട് നടത്തിയിരുന്നു. അതെല്ലാം നിർവഹിച്ചത് JC ഫൗണ്ടേഷനാണ്. അപ്പോൾ JC ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ വളരെ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന കുറ്റിക്കാട്, JJ കുറ്റിക്കാട് എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തെ നമ്മൾ എന്നും ആദരിച്ചേ പറ്റൂ. കാരണം ഈ നമ്മുടെ അവസ്ഥ ഇപ്പം മോശമായത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഓരോ ഫംഗ്ഷനും അദ്ദേഹം വളരെ വിപുലമായിട്ടും വലിയ രീതിയിലുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. JCയുടെ പേരിൽ നടന്നിട്ടുള്ള, എറണാകുളത്ത് നടന്നിട്ടുള്ള, അതായത് മലയാള ചലച്ചിത്ര വേദിയിലെ പഴയ എല്ലാ തലമുറയിൽപ്പെട്ട ആൾക്കാരെയും വിളിച്ചു വരുത്തി പല പല പരിപാടികൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ധാരാളം പണം ചെലവുള്ള സംഭവങ്ങളായിട്ട് പലതും എല്ലാവരും പല സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ ഒരു ചലഞ്ചിങ് ആയിട്ടെടുത്ത് ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറ്റിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഈ 83-ാം വർഷത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത് വളരെ ഉചിതമായ ഒരു കാര്യമാണ്. വീണ്ടും ഒരു മുടക്കവും ഇല്ലാതെ നടത്തുക എന്ന് പറയുന്നത് തന്നെ മഹത്തരമായ ഒരു കാര്യമായിട്ട് കരുതുന്നു. മധുര വിഷാദം നിറഞ്ഞ പ്രണയത്തിൻ്റെയും പ്രണയബന്ധത്തിൻ്റെയും കഥകൾ എഴുതിക്കൊണ്ട് വെളുത്ത് സുമുഖ സുന്ദരനായ ചുരുണ്ട മുടികളുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല പോക്ക്, സമയം നല്ല പവനോട് ചേർന്ന് നിൽക്കുന്ന നിറം, മധുരമുള്ള ശബ്ദം, താടി ജനിച്ചതിൽ പിന്നെ താടി അദ്ദേഹം ഷേവ് ചെയ്തിരുന്നില്ല. ജുബയും മുണ്ടും ധരിച്ച് തോളത്തിൽ സഞ്ചിയുമായി അന്ന് ഈ എറണാകുളം നഗരത്തിൽ അദ്ദേഹം നടക്കുമായിരുന്നു. വിഷാദ പ്രണയത്തിൻ്റെ ഒരു ഗാഥകളാണ് അദ്ദേഹം പാടിയിരുന്നത്. നീണ്ട കഥകൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം സാഹിത്യവും ഈ പറയുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സാഹിത്യകാരന്മാർ ഇങ്ങനെ ഒരു പ്രത്യേക കൾട്ട് രൂപം സ്വയം സ്വീകരിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിൽ ഒരു നായക നടൻ്റെ ഒഴിവ് വരുന്നത്. പലയിടത്തും അന്വേഷിച്ചു. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വളരെ പ്രസിദ്ധമായ അൾത്താര നാടകം അരങ്ങേറാനുള്ളതാണ്. വേഷം ചെയ്യാമെന്ന് ഏറ്റെടുക്കുന്ന ആള് സ്ഥലം വിട്ടു. അപ്പം പലയിടത്തുനിന്നും പലരെയും അന്വേഷിച്ചപ്പോഴാണ് ആരോ പറഞ്ഞത് കൊള്ളാവുന്ന സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ എറണാകുളത്തുണ്ട്, ഞാൻ പിന്നെ ഞങ്ങളെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ബലാത്കാരമായി JC നാടകം കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് അഭിനയത്തെക്കുറിച്ച് അദ്ദേഹം സ്വപ്നം കണ്ടിട്ടില്ല. ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ വരാന്തയിൽ എത്തിയപ്പോൾ അവിടെ സഭ്യസാക്ഷിയായ അതിൻ്റെ എന്താണ് പറയുക ഗുരുനാഥനും മുഖ്യ മേധാവിയുമായ ദേവരാജ മാസ്റ്ററുണ്ട്.
ഹോമാധവൻ പിടിയാലെ കൊണ്ടുവന്ന് ദേവരാം മാസ്റ്റർ മുന്നിൽ നിർത്തി. മാഷൊന്ന് ആദ്യം പടുതയൊക്കെ ഒന്ന് വടിച്ചു മാറ്റി ഇയാൾ എങ്ങനെ ഇരിക്കണമെന്ന് നമ്മളാദ്യം ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജേസി ജീവിതത്തിൽ ആദ്യമായി ക്ഷൗരക്കത്തിയുടെ ഒരു ആക്രമണത്തിന് ഇരയാവുന്നത്. ഷേവ് ചെയ്തപ്പോൾ ഒപ്പിക്കാം എന്നാണ് ദേവരാം മാഷ പറഞ്ഞത്. അപ്പോൾ ഒരു കണ്ണാടി കൊണ്ടുവന്ന് മാധവൻ ജേസിയുടെ കയ്യിൽ കൊണ്ടുവന്നു. ജേസി അപരിചിതനായ ഒരു ചെറുപ്പക്കാരനെ കണ്ണാടിയിൽ കണ്ടു എന്നാണ് ജേസി പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ഫോട്ടോ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ അകത്ത ഭിത്തിയിൽ ഇപ്പോഴും ഈ സുമുഖസുന്ദരനായ യുവാവിൻ്റെ പടവിരിപ്പുണ്ട്. കാരണം ജേസി ഒരിക്കൽ പോലും ഷേവ് ചെയ്ത് മീശ മാത്രമുള്ള താടിയില്ലാത്തൊരു മുഖത്തോടു കൂടി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മുഖം ജേസിക്ക് അപരിചിതമായിരുന്നു. കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ അൾത്താര നാടകം വലിയ വിജയമായ നാടകമായിരുന്നു. അതിൽ മാധവൻ ചെയ്ത വേഷം ആ നാടകം സിനിമയായപ്പോൾ കൊട്ടാരക്കര ശ്രീധരനായാലും ജേസി ചെയ്ത വേഷം പ്രേംനസീറുമാണ് അഭിനയിച്ചതെന്ന് പറയുമ്പോൾ ആ കഥാപാത്രത്തിനുള്ള പ്രാധാന്യം നമുക്കറിയാം. അങ്ങനെ ജേസി നടനായി നാടകത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ എപ്പോഴാണ് ജേസിയുടെ വിവാഹം നടക്കുന്നത്. ആ വിവാഹത്തിൽ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അദ്ദേഹം സ്റ്റിൽ ഫോട്ടോഗ്രാഫി എടുക്കുമ്പോഴും മനസ്സിൽ ജതിയും സ്വരങ്ങളും ഒക്കെ മൊഴിയും. അദ്ദേഹത്തിൻ്റെ പേര് ദേവരാജൻ മാസ്റ്റർ എന്നാണ്. ദേവരാജൻ മാസ്റ്ററെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ദേവരാജൻ മാസ്റ്റർ സഹപാഠിയായ ഒരാളാണ് ഇന്നത്തെ ഉദ്ഘാടകൻ എന്ന് ഓർക്കണം നമ്മൾ. ദേവരാജൻ മാഷും സാനുമാഷും ഒരുമിച്ച് പഠിച്ചിരുന്ന അതൊന്നും ദേവരാജൻ മാഷ് പറഞ്ഞും സാനുമാഷ് പറഞ്ഞും നമ്മൾ അറിഞ്ഞതല്ലേ. എപ്പോഴോ സാനുമാഷ് യാത്രകളിൽ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരുമിച്ച് പഠിച്ചിരുന്നു, അത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു നമ്മൾ. അങ്ങനെ ദേവരാജൻ മാസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു. ഏതായാലും നാടകത്തിൽ മാത്രം ഒതുങ്ങിയില്ല. ജേസി നാടകം എഴുതി, നാടകം സംവിധാനം ചെയ്തു. ജേസിയുടെ ഉത്സാഹം മുഴുവൻ എഴുത്തിൻ്റെ വഴിയായിരുന്നുകൊണ്ട് ജേസി മാധ്യമ പ്രവർത്തകനായി മാസിക നടത്തി, മാസികയുടെ പത്രാധിപരായി, റിപ്പോർട്ടറായി. അങ്ങനെ അതിൻ്റെ ഒരു തുടർച്ചയിലാണ് ജേസി സിനിമയിലേക്ക് കടന്നു വരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജേസി തന്നെ ബാബു സേട്ടിന് ഒപ്പം ഇരുത്തിക്കൊണ്ട് പറഞ്ഞൊരു കൗതുകമുള്ള സംഭവം. കാരണം ചെമ്മീൻ സിനിമ ഇറങ്ങി ലോകം മുഴുവൻ തന്നെ വാഴ്ത്തി പാടുമ്പോൾ ഫിലിംനാഥം എന്ന് പറയുന്ന ജേസി പത്രാധിപരായുള്ള വാരികയിൽ ജേസി അതിനെ അതിനിശ്ചിതമായി വിമർശിച്ചു. അന്ധവിശ്വാസങ്ങളുടെ തടവറയിൽ കേരളത്തിലെ തീവ്ര സമുദായത്തെ കൊണ്ടുവന്ന് തുറങ്കിലടയ്ക്കുന്നത് പോലെ അഭിശപ്തമായ വിധത്തിൽ ചിത്രീകരിക്കുന്ന ഈ സിനിമയ്ക്ക് ദേശീയ അവാർഡ് കൊടുക്കുക വഴി നമ്മുടെ തീരദേശ സംസ്കൃതി അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇത് വലിയ പകയായി ബാബു സേട്ടിന്. കാരണം എല്ലാവരും നല്ലത് പറയുമ്പോൾ ഒരാൾ മാത്രം കയറി, അത് ഫിലിംനാഥത്തിനൊന്നും ഭയങ്കര സർക്കുലേഷനാണ്. അപ്പോഴാണ് 7 രാത്രികൾ സിനിമയാക്കുന്നത്. രാമക്കരയത്ത് ജേസിയെ അതിലെ നായക വേഷത്തിന് തിരഞ്ഞെടുക്കുന്നത്. ബാബു സേട്ട് പറഞ്ഞു ജേസി പറ്റില്ല, അത് നമ്മുടെ പടത്തെ തള്ളി പറഞ്ഞാലാണ്. പക്ഷേ പടത്തെക്കുറിച്ച് അഭിപ്രായം പറയാനല്ല, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് ഞാൻ കാസ്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് മധുവിനെ കൊണ്ട് ചെയ്യിക്കാൻ വേഷം. അല്ലാതെ നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യും. കാര്യമായിട്ട് കറ്റ ശാഠ്യത്തിൽ ഉറച്ചു നിന്നു ഞാനാണ് സംവിധാനം ചെയ്യുന്നതെങ്കിൽ അത് ജേസി കുറ്റിക്കാടായിരിക്കും ആ വേഷം ചെയ്യുക. ഒറ്റക്കാലം നാടാറ് മാസം പാട്ടൊക്കെ പാടി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ജേസി കുറച്ച് ചിത്രങ്ങളിൽ എനിക്ക് തോന്നുന്നത് അല്ലാഹു അക്ബർ എന്ന പേരിൽ ഒരു സിനിമയിൽ അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചിരുന്നു. ജയഭാരതിയായിരുന്നു നായിക. അപ്പോൾ ആ കാലഘട്ടം ജേസി പറയും ഇത് കൂടി ഇത് സംവിധാനം ചെയ്തു. അതുപോലെ മാൻപേടയിലുണ്ട്. അവിടെ ജേസി പറയായിരുന്നു, അവിടുത്തെ റേഞ്ചസ് ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് അതിൻ്റെ സ്റ്റെപ്സിലിരുന്ന പ്രാവുകൾക്ക് തീറ്റ കൊടുത്തുകൊണ്ട് ജേസിയും ജയഭാരതിയും കൂടെ പറയുമായിരുന്നു പ്രേംനസീർ ഷീല, സത്യൻ ശാരദ. ഇനി ഒരു പക്ഷേ മലയാളം മനസ്സിലേറ്റാൻ പോകുന്ന താരദ്വയം ജേസി ജയഭാരതി ആയിരിക്കും. ജയഭാരതി പിന്നീട് ജേസി സംവിധാനം ചെയ്ത ഒരുപാട് ചിത്രങ്ങളിലെ ജയയുടെ ഏതാണ്ട് എല്ലാ ചിത്രങ്ങളിലും തന്നെ അഭിനയിച്ചിരുന്നു. പക്ഷെ ജേസി അവിടെയുമല്ല ഒതുങ്ങുന്നത്. ശശികുമാറിൻ്റെ സഹായിയായിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് സാങ്കേതിക രംഗത്ത് വരുന്നത്. ഭൂമിയിലെ മലാക എന്ന് പറയുന്ന CN ജോസിൻ്റെ ഒരു പ്രമേയത്തിന് അദ്ദേഹമാണ് തിരക്കഥ എഴുതിയത്. തിരക്കഥാകൃത്തായി, സംവിധാന സഹായിയായി, പിന്നീട് അദ്ദേഹം സംവിധായകനായി, നിർമ്മാതാവായി, അഭിനയ രംഗത്ത് അടിമകൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു ചിത്രം എന്ന് പിന്നെ ചൂണ്ടിക്കാട്ടാറുണ്ട്. പിന്നെ PNNൻ്റെ കുട്ടിയെടുത്ത് ഒരു ചെറിയ വേഷം ചെയ്തിരുന്നു. അല്പം ഈ ജേസിയുടെ അഭിനയത്തെക്കുറിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചില പടങ്ങൾ കാണുമ്പോൾ ജേസി ചോദിക്കും എന്ത് തോന്നിയെന്ന് ചോദിക്കും. ഞാനപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു നിരൂപണത്തിലൊരു വാചകമാണ് ഉദ്ധരിക്കുക. കണ്ടാൽ ഒരു ബംഗാളി നടൻ്റെ നമ്മളെ കൊതിപ്പിക്കുന്ന ഭാവചേഷ്ടകൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്തിനുണ്ടെങ്കിലും
അഭിനയിക്കുമ്പോൾ ആരുടെയും മുമ്പിൽ നാണം കുടുങ്ങി നിൽക്കുന്ന ഒരു സങ്കോചം ഇദ്ദേഹത്തെ പുറകോട്ട് വലിക്കുന്നു. കേക്ക് ജേസി ഒരുപാട് ചിരിക്കുമായിരുന്നു. ഈ എല്ലാ മേഖലകളിലും ജേസി പ്രവർത്തിച്ചു. പക്ഷേ ആദ്യാവസാനം ജേസി ദുഃഖിതനായിരുന്നു. കാരണം ജേസി ആഗ്രഹിക്കുന്ന ഒരു മാർക്ക് ജേസിയുടെ ഒരു മേഖലയിലെ പ്രകടനത്തിനും ജേസിക്ക് സ്വയം നൽകുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആ മേഖലകളിലെല്ലാം ഒരു പൂർണ്ണത വേണ്ട, പൂർണ്ണതയോട് അടുത്ത് നിൽക്കുന്ന നിലവാരത്തെക്കുറിച്ചുള്ള ജേസിയുടെ സങ്കല്പങ്ങൾ അത്ര വളരെ വലുതായിരുന്നു. സാനിമാഷ്ട ആത്മസുഹൃത്താണ് പി കെ ബാലകൃഷ്ണൻ സി ജെയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സി ജെ തോമസ് അദ്ദേഹത്തിന് പൂർണ്ണതയെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് വളരെ ഉദാത്തമാണ്. അതിൻ്റെ 4/1 പോലും തനിക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് ആ മനുഷ്യൻ ആത്മാവ് എരിച്ചുകൊണ്ട് കൊണ്ടുകടന്ന ദുരന്തം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഏകദേശം സമാനമായ ഒരു ദുഃഖം എന്നും ജേസിയെ അലട്ടിയിരുന്നു. ദേഹിപ്പിക്കുന്നില്ല. തല്ലുപിടിച്ചും വഴക്ക് കൂടി പരസ്പരം ആശ്ലേഷിച്ചും സ്നേഹിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് വരാൻ പ്രാർത്ഥിച്ചും കൊതി മാറുന്നതിന് മുമ്പ് യാത്ര പറഞ്ഞു പോയ ടിക്കറ്റ് എടുത്ത് യാത്രയുടെ അന്ത്യം വരെയുള്ള ടിക്കറ്റ് എടുത്ത് അതിന് മുമ്പ് ഇടയ്ക്ക് എന്താ പറയുക സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയ ഒരു ചങ്ങാതിയെ കൂടിയാണ് ജേസിയാണ്. ഞാനും ജേസിയും തമ്മിലുള്ള ഒരു ഹൃദയബന്ധം എന്ന് പറയുന്നത് ആ ജേസിയായിരുന്നു. ഈ ദേവാലയ മണികൾ ജേസിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള പ്രണാമത്തിൻ്റെ ഐശ്വര്യപൂർണമായ സമർപ്പണമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആ മനുഷ്യനെ ഹൃദയം കൊണ്ട് ഒരിക്കൽ കൂടി ആശ്ലേഷിച്ചുകൊണ്ട് ആ ഓർമ്മയുടെ മുമ്പിൽ നിങ്ങളോടൊപ്പം നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജീവിതം ഏറ്റവും കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കുകയും അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നത് മഹാന്മാരുടെയും അല്ല നമുക്ക് മുന്നേ പോയ വ്യക്തികളുടെ ജീവിതം കണ്ടുകൊണ്ടാണ്. അവർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അവരുടെ ജീവിതത്തിലൂടെയാണ്, അവരുടെ പ്രവർത്തനത്തിലൂടെയാണ്, അവരുടെ അനുഭവത്തിലൂടെയാണ്. അത് നമ്മൾ കേൾക്കുമ്പോൾ അത് ഏറ്റവും അടുത്ത് ഇടപഴകിയിട്ടുള്ള ബഹുമാനപ്പെട്ട സാനുമാഷടക്കം പ്രിയപ്പെട്ട ജോൺ പോൾ സാറും ഇങ്ങനെ കൂടെ നിന്ന് പ്രവർത്തിച്ചവരും അനുഭവ സമ്പത്തുള്ളവരും അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തിപരമായിട്ട് വ്യക്തിയെ അറിയുന്ന വ്യക്തികളുമായിട്ട് നമ്മൾ അവരെ കേൾക്കുമ്പോൾ അതുമായി സംവദിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അനുഗ്രഹകാരമായി. ജേസിയെ നേരിട്ട് കണ്ട, നടനായിട്ട് കണ്ട ഒരു അനുഭവം. ഏത് റോള് കിട്ടിയാലും ആ റോളിനോട്, കഥാപാത്രത്തിനോട് താതാത്മ്യം പ്രാപിച്ചുള്ള ഒരു അവതരണ രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നടനെന്ന സ്ഥാനത്തുനിന്നുണ്ടായിരുന്നത്. എത്തേണ്ട ഉയരങ്ങളിൽ എത്താൻ പറ്റാത്ത ഒരു കലാകാരനായിരുന്നു അത്. ഈ ജീവിതത്തിൽ ഈ ക്രിയേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ കഴിവനുസരിച്ച് ഉയർത്തപ്പെടാത്ത ആളുകൾ ഒട്ടേറെ ഉണ്ട്. അത്തരം ഒരു വ്യക്തിത്വമായിരുന്നു ജേസിയുടെ. അദ്ദേഹത്തിനില്ലാത്ത കഴിവുകളൊന്നും ഉണ്ടായിരുന്നതായി നമുക്ക് തോന്നുന്നില്ല. അദ്ദേഹം നല്ല ഒരു കഥാകൃത്തായിരുന്നു, അദ്ദേഹം നല്ല ഒരു എഡിറ്ററായിരുന്നു, അദ്ദേഹം നല്ല ഒരു നടനായിരുന്നു. നാടകത്തിലും ചലച്ചിത്രത്തിലുമൊക്കെ പിന്നീട് അദ്ദേഹം സിനിമ സംവിധായകനായി. ജേസി എൻ്റെ അനുഭവത്തിലും എൻ്റെ അറിവിലും ഇത്ര ജെന്റിൽമാനായ ഒരു കലാകാരൻ നമുക്ക് അപൂർവമായിരുന്നു. അത്തരം ഒരു വലിയ കലാകാരൻ്റെ ഓർമ്മയുടെ മുമ്പിൽ ഞാൻ തലകുനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച ശ്രീ ജെ കുറ്റിക്കാരൻ ഇത്ര വർഷങ്ങളായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനും നമ്മുടെ കേരളത്തിൻ്റെ ഹൃദയപൂർവമായ അഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അടുത്തത് ജയതി ഫൗണ്ടേഷൻ്റെ ചില സംഭാവനകൾ ഇവിടെ നൽകാൻ പോവുകയാണ്. ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന അന്ധരായ 20ഓളം പേർക്ക് 50,000 രൂപ വില മതിക്കുന്ന ഓണം വന്ന് 12 കോടിയാണ്. ഒരു ടിക്കറ്റ് 300 രൂപയാണ് അതിൻ്റെ വില. അതിൻ്റെ 50,000 രൂപ വിലയ്ക്കുള്ള ടിക്കറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സ്വീകരിക്കുന്നതിനായിട്ട് ശ്രീ പ്രസിഡന്റിനെ രാജീവ് ജോർജിനെ ക്ഷണിക്കുന്നു.